നമ്മളുടെ നെക്സോൺ EV45 എത്ര റേഞ്ച് എക്സൈഡ് നമുക്ക് കിട്ടിയെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ira.evയുടെ ഇൻ്റർഫേസ് വരുന്നത്. ഇത് ഞാനിപ്പോൾ ഈ 79% ചാർജ് ചെയ്ത് ഞാൻ ഇന്ന് രാവിലെ മുതൽ ഏകദേശം ഒരു 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ചാർജ് ചെയ്ത ഇപ്പോൾ വണ്ടിയിനകത്തോട്ട് കയറിയ ചാർജാണ് 79%. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഫുൾ ചാർജ് ചെയ്യാനായിട്ട് 17.5 മണിക്കൂറിൻ്റെ ആവശ്യമുണ്ട് ഫുൾ ചാർജ് ആകാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഡ്രൈവിംഗ് സ്കോർ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്താണ് നമുക്ക് നമ്മളുടെ ഡേറ്റ കാണിക്കുന്നത്. അതായത് എൻ്റെ ഡ്രൈവിംഗ് പെർഫോമൻസ് ആണ് ഈ കാണിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എത്ര ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാം. 251 കിലോമീറ്റർ. എനർജി എഫിഷ്യൻസി വരുന്നത് 99 വാട്ടാണ് പെർ കിലോമീറ്റർ വരുന്നത്. ആവറേജ് സ്പീഡ് 24 വരുന്നുള്ളൂ. എന്താണെന്നറിയില്ല. ഇഡിൽ ടൈം വെറുതെ ഇഡിലായിട്ട് 18% നമ്മൾ ഇഡിലായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എത്ര റേഞ്ച് കാണിക്കുമെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 251 കിലോമീറ്റർ ആണല്ലോ കാണിച്ചിട്ടുള്ളത്. 251 കിലോമീറ്റർ ആണല്ലോ നമ്മൾ റൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ബാക്കി അതിനകത്ത് ബാലൻസ് ഉണ്ടായിരുന്ന ചാർജിങ് പെർസെൻറ്റേജ് 33% ആണ്. ആ 33ൽ നമുക്ക് അതിനകത്ത് കാണിച്ചിരുന്ന ഡ്രൈവിംഗ് റേഞ്ച് ഏകദേശം 120 കിലോമീറ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും 120 250 വരുമ്പോഴത്തേക്കും 370 കിലോമീറ്ററോളം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിന് ഈ വണ്ടിക്ക് നെക്സോൺ EV45 മാക്സിമം റേഞ്ച് നമുക്ക് വരുന്നത് 350 കിലോമീറ്റർ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന റേഞ്ചാണ്. ഓക്കെ.